സ്റ്റഡി നടത്തിയതിൽ ഒരു ബാസ്ക്കറ്റ്ബോൾ ടീമിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു. ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി. ഇതിൽ ഗ്രൂപ്പ് എ ഓട് പറഞ്ഞു, നിങ്ങൾ പ്രത്യേകിച്ച് ഒരു പരിശീലനവും ചെയ്യേണ്ട, എല്ലാ ദിവസവും നിങ്ങളുടെ നോർമൽ ആക്ടിവിറ്റി ചെയ്യുക, ബാസ്ക്കറ്റ്ബോളിൻ്റെ ഒരു പരിശീലനവും നിങ്ങൾ ചെയ്യേണ്ട. ഗ്രൂപ്പ് ബിയോട് പറഞ്ഞു, നിങ്ങൾ പരിശീലിക്കുക, നിങ്ങൾ ഗ്രൗണ്ടിൽ വന്നിട്ട് പരിശീലിക്കുക, യഥാർത്ഥത്തിലുള്ള ബാസ്ക്കറ്റ്ബോൾ നിങ്ങൾ പരിശീലിക്കുക എന്ന് പറഞ്ഞു. ഇനി ഗ്രൂപ്പ് സിയോട് പറഞ്ഞു, ഗ്രൗണ്ടിൽ നിങ്ങൾ പരിശീലിക്കേണ്ട, നിങ്ങളത് മൈൻഡിൽ എല്ലാ സെൻസസും ഉപയോഗിച്ച് നിങ്ങൾ ബാസ്ക്കറ്റ്ബോൾ കളിക്കുന്നതും ആ ത്രോ ചെയ്യുന്നതും അത്ര കൃത്യമായിട്ട് ബാസ്ക്കറ്റ് ചെയ്യുന്നതും നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുക, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ വിഷ്വലൈസ് ചെയ്യുകയല്ല, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. അതായത് യഥാർത്ഥത്തിൽ നിങ്ങൾ ആ ഗ്രൗണ്ടിലിരുന്ന് എങ്ങനെയാണ് ആ ബോൾ ത്രോ ചെയ്യുക, ആ ബോൾ കറക്റ്റായിട്ട് ആ ബാസ്ക്കറ്റിൽ വീഴുമ്പോഴേക്കും എന്തായിരിക്കും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക, നിങ്ങൾ മൈൻഡിൽ നിങ്ങളത് റിഹേഴ്സ് ചെയ്യുക, മെൻറ്റൽ റിഹേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പരിശീലനം അവരോട് ഏകദേശം 1 മാസത്തോളം ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാനും പറഞ്ഞു. അതിനുശേഷം റിയൽ ഗ്രൗണ്ടിൽ കളിക്കാൻ നോക്കിയപ്പോൾ ഇവരുടെ പെർഫോമൻസ് അനലൈസ് ചെയ്തപ്പോൾ ആദ്യത്തെ എ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽ അവർക്ക് കാര്യമായിട്ടുള്ള കളിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല എന്ന് മനസ്സിലായി. ബി എന്ന് പറയുന്ന ഗ്രൂപ്പ്, അതായത് അവരോട് നോർമലായിട്ട് ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞ ഗ്രൂപ്പിൽ അവർക്ക് കളിയിൽ 25% ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. സി എന്ന് പറയുന്ന ഗ്രൂപ്പ്, അതായത് വിഷ്വലൈസ് ചെയ്യാൻ പറഞ്ഞ അല്ലെങ്കിൽ മെൻ്റൽ റിഹേഴ്സ് ചെയ്യാൻ പറഞ്ഞ ഗ്രൂപ്പിനോട് പറഞ്ഞു, അവരുടെ പെർഫോമൻസ് അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് 23% ഏതാണ്ട് ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്ത അതേ ശതമാനത്തോളം ആ കളി ഇമ്പ്രൂവ്മെൻ്റ് ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ കാരണം? ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്, ബോഡിക്ക് നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ട് നമ്മുടെ 5 സെൻസറി ഓർഗൻസ് കൊണ്ട്, കാത്, കണ്ണ്, നാവ്, ഗന്ധം, ഇതിലൂടെയൊക്കെ റിയലി നമ്മൾ ആ ഒരു ഇവൻ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് പോലെ ബ്രെയിനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ബ്രെയിൻ അറിയില്ല ഇതൊരു ആക്ച്വൽ ഇവൻ്റ് ആണോ അതോ ഒരു ഇമാജിനറി ഇവൻ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ബോഡി പ്രവർത്തിക്കുന്നത് എക്സാക്ട്ലി അതുപോലെ ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് പോലെയാണ് നമ്മുടെ ബോഡി പ്രവർത്തിക്കാൻ തുടങ്ങും. അതുപോലെ നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കാൻ തുടങ്ങും. അതിനനുസൃതമായിട്ടുള്ള കെമിക്കൽസ് നമ്മുടെ തലച്ചോറ് ബോഡിക്ക് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു വിന്നിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് കൃത്രിമമായിട്ട് നമ്മളിൽ സൃഷ്ടിക്കാൻ കഴിയും എന്നാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്.